എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങൾ ലാസ്റ്റ് മന്ത് സ്കോട്ട്ലൻഡിൽ പോയ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. ഞങ്ങളുടെ അടുത്തുള്ള എയർപോർട്ട് ന്യൂട്ടൺ എയർപോർട്ട് എന്ന് പറഞ്ഞ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് എഡിൻബ്ര എയർപോർട്ടാണ്. സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റലാണ്. അവിടെ ഇറങ്ങിയതും വളരെ ബ്യൂട്ടിഫുൾ സീനായിരുന്നു. സ്നോഫോൾ കണ്ടാണ് അവിടെ നിന്ന് എയർപോർട്ടിൻ്റെ വെളിയിൽ ഇറങ്ങുന്നത്. ഞങ്ങൾ പിന്നെ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് അവിടെ തൊട്ടടുത്തുള്ളൊരു കെൽപ്പീസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ 2 ഹോഴ്സുകളുടെ സ്കൾപ്ചേഴ്സാണ് അവിടെ ഉള്ളത്. നല്ല രസമാണ്. മെറ്റാലിക് ഇതിൽ തീർത്ത് 2 വലിയ 30 മീറ്റർ ഉയരമുള്ള 2 ഹോഴ്സുകൾസാണ്. അവിടുത്തെ വൺ ഓഫ് ദ അട്രാക്ഷനാണത്. ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെതറാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇപ്പം മഴ, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഈ സ്നോ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ വെയിൽ. അപ്പോൾ നമ്മൾ ഈ 1 അവറിനിടയ്ക്കാണ് ഈ 3 വെതർ നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റെർലിംഗ് ടൗണിലാണ്. ഇവിടെയാണ് എൻ്റെ സിസ്റ്റർ മിലി താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്റ്റെർലിങ്ങിൻ്റെ അടുത്തുള്ള 1-2 ഫോർട്ട് കാണാൻ വേണ്ടി പോയതാണ്. ഈ കാണുന്നത് വാലിസ് മോണുമെൻ്റ് എന്ന് പറയും. ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ആ പിക്ചർ എടുത്തത്, മുമ്പ് കാണിച്ച പിക്ചർ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴത്തുനിന്ന് മുകളിലോട്ട് പോകാനുള്ള സ്റ്റെപ്സാണ് ഈ കാണുന്നത്. 245 സ്റ്റെപ്സ് എങ്ങാണ്ടുണ്ട്. ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള സ്റ്റെപ്സാണത്. നമ്മൾ കയറി മുകളിലോട്ട് പോകണം. വളരെ ഇടുങ്ങിയ വഴിയാണ്. നമുക്ക് ഒരാളുകൾ വന്നാൽ പിന്നെ നമ്മൾ മാറിക്കൊടുക്കണം, അതായത് മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അത്ര ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ വഴിയിൽ കൂടി ചെന്ന് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. ഈ സ്റ്റെർലിംഗ് ടൗണിൻ്റെ നല്ല വ്യൂ ആണ്. നമുക്ക് ഇവിടുന്ന് പല ആംഗിളായിട്ട് നമുക്ക് സ്റ്റെർലിംഗ് ടൗൺ കാണാം. അതിലൊരു ആംഗിളിനടുത്ത വീഡിയോ ആണ് ഇപ്പോൾ. ഈ വീഡിയോയിൽ നമ്മളിങ്ങനെ കാണുന്നത് സ്റ്റെർലിംഗ് ടൗണിൻ്റെ ഒരു ഭാഗമാണ്. ആ റൗണ്ട് സർക്കിളായിട്ട് വരുന്നത് അവിടുത്തെ റിവർ ഫോർത്ത് എന്ന് പറയുന്ന റിവറാണ്. കാണുന്നത് അവിടുത്തെ ഏറ്റവും ടോപ്പിലെ ഗോപുരമാണ്. പിന്നെ ഇത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയാണ്, സ്റ്റെർലിംഗ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയത് സ്കോട്ട്ലാൻഡ് ഹൈലാൻഡ്സ് എന്ന് പറയും. നോർത്ത് സൈഡിലേക്കുള്ള സ്ഥലമാണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ, ബ്യൂട്ടി. പിന്നെ ഈ കാണുന്നത് ഇവിടെ ഹൈലാൻഡ് കൗ എന്ന് പറയും. നമ്മുടെ യാക്കിനെ പോലെ തോന്നും, പക്ഷേ ഇത് പശുവാണ്. ജഗത്ത് പറഞ്ഞ് നമുക്കൊരു സ്ഥലത്ത് കാപ്പി കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. കാപ്പി കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ റെസ്റ്റോറൻറ്റിലൊക്കെയാണ് പ്രതീക്ഷിച്ച് പോയത്. ഇവിടെ ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് വല്ലാത്തൊരു സ്ഥലമായിരുന്നു. ഒരു റിവറും ഒരു ഹിൽ സൈഡിലുള്ള റിവറും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബ്യൂട്ടി. അത് ഏറ്റവും രസം എന്താ വെച്ചാൽ ഇവിടെ ഈ കാണുന്ന ഗ്രീൻ ഇപ്പോൾ എടുക്കുമ്പോൾ കിട്ടുന്ന ഗ്രീൻ കളർ കുറച്ച് മുമ്പ് നോക്കിയപ്പോൾ ഈ ഗ്രീൻ കളർ ആയിരുന്നില്ല. എൻ്റെ ഒരു ഡിഫറെൻറ്റ് കളറായിരുന്നു. നമ്മൾ ആ ദൂരെ കാണുന്ന കളർ അതുപോലെയായിരുന്നു ഇവിടെ. ഇപ്പോൾ ഈ സൺഷൈൻ്റെ ഇതനുസരിച്ച് ഇതിൻ്റെ കളറിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഒരു കാപ്പിയും കുടിച്ച് അവിടുന്ന് തിരിച്ചിറങ്ങി. ഇതിലാ ദൂരെ കാണുന്നത് ഒരു റെയിൽവേ ലൈനാണ്. ഞങ്ങൾ ഇതെല്ലാം കണ്ട് നേച്ചറിൻ്റെ ബ്യൂട്ടി എല്ലാം ആസ്വദിച്ച് പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു. നല്ല രസകരമായ ട്രിപ്പായിരുന്നു.